എടേ നിങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് എന്തി? അവന്മാർക്ക് നമ്മുടെ ആശയമൊന്നും അങ്ങോട്ട് ദഹിച്ചിട്ടില്ല, അതായിരിക്കും ആരും വരാത്തത്. എടാ 4 പേരെങ്കിൽ 4 പേര്, ഇത് പതിയെ 40 ആവും കണ്ടോ. എടാ എന്നതിലും ആട്ടെ, നമ്മൾ എന്നാലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതുപോലെ കൂടും, പണ്ടത്തെ പോലെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. ദേ അതിനിടയ്ക്ക് വേറൊരു പരിപാടിയും പറ്റത്തില്ലേ, സോഷ്യൽ മീഡിയയും ഫോണും ഒന്നും വേണ്ട. ആ അത് ശരി. എന്നാലും ഫോണൊന്നും എടുത്തിട്ടില്ലല്ലോ. ഫോണുണ്ട് ഓരോ വള്ളി വന്നുകൊണ്ടിരിക്കുന്നേ. ഫോണേ പലയിടത്തും ഞാൻ മറന്നു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ 10 വർഷത്തിനിടയ്ക്ക് ഇതാദ്യമായിട്ടാണ് മനഃപൂർവ്വം ഞാൻ ഫോൺ വീട്ടിൽ വെച്ചിട്ട് വരുന്നത്. എടാ നമ്മളൊക്കെ ഈ പല രാഷ്ട്രീയവും പല മതവും പല ആശയങ്ങളുള്ളവരാ. സത്യത്തിലുണ്ടല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി ഫോൺ വന്നാൽ പിന്നെ അല്ലേ? അതെ, ഇതൊന്നും ഇല്ലാതെ നമ്മൾ അടുത്ത ആഴ്ചയും ഒന്നിച്ചിരുന്ന് വർത്താനം പറയുന്നു. ഇതേ സ്ഥലം ഇതേ സമയം. എന്നാ ഇത് ഫോണിൻ്റെ വൈബ്രേഷൻ ആണല്ലോ. ആരടാ ഫോൺ കൊടുന്നൂടെ? എടാ എല്ലാവരോടും പറഞ്ഞല്ലേ ഫോൺ കൊണ്ടില്ലെന്ന്. എടാ നീ എന്തിനാ ഈ ഫോൺ കൊണ്ടുവന്നേ? എടാ നീ കൂളൊന്നും പറഞ്ഞു കേട്ടോ. ആരും നിർബന്ധിച്ചില്ല ഇങ്ങോട്ട് വരാൻ വേണ്ടി. ഇന്നലെയും കൂടെ പറഞ്ഞ റൂൾസ് പാലിക്കാൻ പറ്റുന്നവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന്. പോട്ടറാ അത് വീട്. നടക്കത്തില്ല. ഈ പരിപാടിയുടെ ഐഡിയ തന്നെ ഇവൻ്റെയാ. എന്നിട്ട് ഇവൻ കാണിച്ചോ? ഓ പിന്നെയും വന്നല്ലോ. അതും കൂടെ ഒന്ന് ഇറങ്ങി പോടാവേന്ന്. വരുന്നു. ഡാബേ നിൻ്റെയൊക്കെ സംസാരം കുറച്ച് കൂടിപ്പോയി കേട്ടോ. ഒരു കൂടുതലുമില്ല, അവൻ പോയി പണി നോക്കട്ടെ. ഇതൊന്നും നടക്കുന്ന കേസല്ല, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി ഞാൻ പോവാ. എൻ്റെ പൊന്നണ നീ ഒന്ന് ക്ഷമിക്ക്. ഇന്ന് നിൻ്റെ ബർത്ത്ഡേ അല്ലായിരുന്നോ? ആ അതിന് നമ്മൾ ഒത്തിരി നാൾ കൂടിയല്ലേ ഇങ്ങനെ ഒന്ന് കൂടിയത്. പോരാത്തതിന് ഇന്ന് എൻ്റെ ബർത്ത്ഡേ. ഇതെന്നാടാ കയ്യിലൊരു പൊതിയൊക്കെ? പണ്ടൊക്കെ നമ്മളെല്ലാം ആഘോഷിക്കുമായിരുന്നു. ഇപ്പോൾ ആർക്കും ഒന്നിനും സമയമില്ല. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടേ ഞാനൊരു കേക്ക് ഓർഡർ ചെയ്തായിരുന്നു. അതിൻ്റെ ലൊക്കേഷൻ ചോദിച്ച് ബേക്കറിക്കാർ വിളിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുത്ത്. എടാ ഈ ഫോൺ വന്നപ്പോൾ ഈ കേക്ക് തരാൻ വേണ്ടിയായിരുന്നോ? അതെ അതെ കേക്ക്. സോറിയടാ. എന്നാലും നീ എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? നീ ഒന്ന് ക്ഷമിക്കേ. സൗഹൃദങ്ങൾ പങ്കുവച്ചേ ഹൃദയവാതിൽ നാം തുറന്നേ, പതിയെ നമ്മൾ തമ്മിലേതോ പുതിയ ഭാവം കണ്ടറിഞ്ഞേ. ഒരു കാണാനൂലിൽ ദൈവം കോർത്തു നമ്മെ, എന്നും ഒന്നായി ഒന്നായി ചേർന്നിരിക്കാൻ. ദൂരെ ആകാശത്തണലിൽ തനിച്ചിരിക്കാം, ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാം.